ആഗ്രഹമുള്ള മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ അവർക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ കുരിശടയാളത്തോടുകൂടി ദേവദൂതന്മാരോടുകൂടി വിശുദ്ധന്മാരോടുകൂടി അവൻ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കഴിഞ്ഞുപോയ ജീവിത കാലഘട്ടങ്ങളിലൂടെ, നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ തെറ്റുകളെ കുറിച്ച് മനസ്സപിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ്, ദൈവമേ എന്ന് വിളിക്കുമ്പോഴാണ്, കർത്താവേ എന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അവൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ ഭയാനകമായ ആ വിധി ദിവസത്തെ എതിരേൽക്കണമെങ്കിൽ, നമുക്ക് എതിരേൽക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ, ഭയം കൂടാതെ എതിരേൽക്കണമെങ്കിൽ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവൻ വാനമേഘങ്ങളിൽ സകല മാലാഖമാരോടും ദേവദൂതന്മാരോടും വിശുദ്ധരോടും കൂടെ എതിരേൽക്കപ്പെട്ട് അവനെ എതിരേൽക്കുന്നതിന് വേണ്ടി നമ്മൾ മരിച്ചുപോയവരായ ആൾക്കാരെ, ക്രിസ്തുവിൽ ജീവിച്ചവര് ആദ്യം ഉയർപ്പിക്കും പ്രിയപ്പെട്ടവരെ. അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ രണ്ടാമത് അവനിലേക്ക് അവൻ വരുമ്പോൾ അവനെ എതിരേൽക്കാനായി എടുക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നവരെ ഭൂമിയിലേക്ക് യേശുവിനോട് കൂടെ നമ്മൾ കടന്നു വരും. അങ്ങനെ ഭൂമിയിൽ അവന്റെ പറുദീസായിൽ അവനോടൊത്ത് ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയാണ് അവസാന വിധിയിൽ നമ്മളെ വിധിക്കുന്നത്. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന പോലെ ദുഷ്ടനെയും നീതിമാനെയും തമ്മിൽ വേർതിരിക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ തെറ്റുകൾ എത്ര കടുംചുവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ നമ്മളെ വെണ്മയുള്ളതാക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്.